ഹലോ മിസ്റ്റർ മലയാളി ടെക് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടാറ്റ ടിയാഗോ 2020 BS6 ടാറ്റ ടിയാഗോൻ്റെ ഫസ്റ്റ് സർവീസിന് ശേഷമുള്ള റിവ്യൂ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് 2020 BS6 ടാറ്റ ടിയാഗോൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫ്രണ്ട് ഗ്രില്ലൊക്കെയാണ് ശരിക്കും മാറ്റിയിരിക്കുന്നത്. നമ്മൾ ആൾട്രോസിൻ്റെ ഗ്രിൽ ഡിസൈനാണ് സത്യത്തിൽ ഇത് ടിയാഗോൻ്റെ ഫസ്റ്റ് അണിക്കോം ആയിരുന്നു, അതിൽ നിന്ന് മാറ്റിയിട്ട് ട്രയാരോ ഡിസൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് മനോഹരമായ ഒരു സ്പോട്ടി ലിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാറ്റിയിരിക്കുന്ന മെയിനായിട്ട് മാറ്റം വന്നിരിക്കുന്നത് ഈ ഫോഗ് ലാമ്പിൻ്റെ ഡിസൈനിൽ വന്നിട്ടുള്ള മാറ്റമാണ്. അതുപോലെ തന്നെ പഴയ പ്രൊജക്ടർ ഹെഡ് ലാമ്പിന് പകരം കൊടുത്തിരിക്കുന്നത് ഹാലജൻ ഹെഡ് ലാമ്പാണ്. ഇത് XT വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പുകൾ അവൈലബിൾ അല്ല. ഫുൾ വേരിയൻറ്റിലാണ് ഫോഗ് ലാമ്പൊക്കെ ഉള്ളത്. പക്ഷേ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. ടാറ്റയുടെ ഈ സെക്കൻഡ് വേരിയൻറ്റ് കാറിന് ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് 4 പവർ വിൻഡോകളും ഇൻറ്റേർണലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റിവർ വ്യൂ മിററും പിന്നെ പുറകിൽ 2 റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ കൂടിയുണ്ട്. പിന്നെ വീൽ കവറുകൾ, ഈ വീൽ കവർ വളരെ മനോഹരമായിട്ടുള്ള ഫിനിഷിങ്ങുള്ള വീൽ കവറാണ്. വീൽ റിമിനും ബ്ലാക്ക് മാറ്റ് ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള ലുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഉള്ളത് സെൻറ്റർ ലോക്കുള്ള ഒരു കീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹാർമൻ്റെ മ്യൂസിക് സിസ്റ്റം, അത് നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. അപ്പോൾ ടിയാഗോൻ്റെ ഇൻറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് മനോഹരമായ ഈ സ്റ്റീലിംഗ് വീലാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. ഫ്ലാറ്റ് ബോട്ടം ആയതുകൊണ്ട് തന്നെ നമുക്ക് കയറിയിരിക്കുമ്പോൾ ഒരു തടസ്സം ഫീൽ ചെയ്യില്ല. പിന്നെ ഹോണുകൾ 2 സൈഡിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് ഹോൺ, സെൻറ്ററിലല്ല, സെൻറ്ററിൽ എയർ ബാഗാണ്. പിന്നെ ഇവിടെ ഇത് ടിൽറ്റബിളായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് സ്റ്റിയറിംഗ് വീൽ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിത് എൻ്റെ ഒരു ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. യെസ്. പിന്നെ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, വളരെ സ്പോർട്ടി ലുക്കുള്ളൊരു ക്ലസ്റ്ററാണിത്. ഇതിൽ ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ അങ്ങനെ എല്ലാം തന്നെ ഇതിൽ തന്നെയാണുള്ളത്. പിന്നെ ഡിസ്റ്റൻസ് ടു എംറ്റി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആവറേജ് മൈലേജ് കാണിക്കുന്നത് 15.9 കഴിഞ്ഞ ദിവസങ്ങളിൽ അത് 16.7 ആയിരുന്നു. ഓരോ അവസരങ്ങളിൽ ഡ്രൈവിംഗ് കണ്ടീഷൻ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഹൈവേയിൽ 18 വരെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. നമുക്ക് പേഴ്സെല്ലാം സുഖമായിട്ട് വയ്ക്കാനും എടുക്കാനും എളുപ്പത്തിനും ഇവിടെ ഒരു ചെറിയ പോക്കറ്റ് ഉണ്ട്. പിന്നെ സെൻറ്ററിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹാർമൺ മ്യൂസിക് സിസ്റ്റമാണുള്ളത്. ഞാൻ മ്യൂസിക് സിസ്റ്റം ഒന്ന് ഓൺ ചെയ്യാം. റിവേഴ്സ് ഗിയറിൽ കിടക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ വളരെ ഇപ്പോൾ റേഡിയോ ആണ് ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് കേൾക്കുന്നില്ല, ശബ്ദം ചെറിയൊരു നോയ്സ് ഉണ്ട്. ഹാർമൻ്റെ മ്യൂസിക് സിസ്റ്റം കഴിഞ്ഞ് നമുക്ക് താഴേക്ക് വരുമ്പോൾ AC കൺട്രോളുകളാണുള്ളത്. പിന്നെ ഇവിടെ ഒരു USB പോർട്ട് ഉണ്ട്. 12 വോൾട്ട് ചാർജിങ് പോർട്ടും അവൈലബിൾ ആണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗിയർ ലിവറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടാറ്റ. ഒരു സ്പോർട്ടി ലുക്കൊക്കെ ഉണ്ട്. ഗിയർ ഷിഫ്റ്റിംഗ് ആദ്യം സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സർവീസിന് ശേഷം, ഫസ്റ്റ് സർവീസിന് ശേഷം ഇപ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് കുറേ കൂടി സ്മൂത്ത് ആയിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ഓവറോൾ ഇൻറ്റീരിയർ ലുക്ക് നോക്കുമ്പോൾ ഒരു പ്രീമിയം ഫീൽ തരുന്നൊരു കാറാണ് ടാറ്റ ടിയാഗോ. ഫ്രണ്ടിൽ ഡോറിൽ ചെറിയൊരു പോക്കറ്റേ ഉള്ളൂ. ഒരു 1/2 ലിറ്റർ ബോട്ടിൽ വയ്ക്കാവുന്ന പോക്കറ്റാണ് ഫ്രണ്ട് ഡോറിലുള്ളത്. പിന്നെ 4 സ്പീക്കർ സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. JBLൻ്റെ സ്പീക്കറാണ് അതെല്ലാം. ഹാർമൺ സിസ്റ്റത്തോടൊപ്പം നമുക്ക് JBL സ്പീക്കറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. XT വേരിയൻറ്റിൽ 4 സ്പീക്കറുകൾ 4 ഡോറിലുമുണ്ട്. ഫുൾ വേരിയൻറ്റിലാണെന്നുണ്ടെങ്കിൽ 4 ട്യൂട്ടറുകൾ കൂടി അവൈലബിൾ ആവും. ഇവിടെ പുതിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സെൻറ്റർ പൊസിഷനിലേക്ക് മാറ്റിയിട്ടുള്ള ക്യാബിൻ ലൈറ്റാണുള്ളത്. അതുകൊണ്ട് തന്നെ കാറിനകത്തെല്ലായിടത്തേക്കും കൃത്യമായിട്ട് ലൈറ്റ് എത്തും. കുറേ കൂടി ബാക്കിലിരിക്കുന്നവർക്കും കൂടി ആക്സസിബിൾ ആണ് ലൈറ്റിൻ്റെ സ്വിച്ച്. ഇനി ബാക്കിലെ സ്പേസിനെ പറ്റി പറയാം. ഡോറ് നല്ല വൈഡായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു ഡോറാണുള്ളത്. ഇവിടെ ചൈൽഡ് ലോക്ക് ഉണ്ട്. ബാക്കിൽ 1 ലിറ്റർ ബോട്ടിൽ വയ്ക്കാൻ പറ്റുന്നൊരു പോക്കറ്റാണ് ഉള്ളത്. പിന്നെ ബാക്കിൽ അത്യാവശ്യം ഒരു സാമാന്യ ഹൈറ്റുള്ള ഒരാൾക്ക്
ആവശ്യത്തിന് ഹെഡ് റൂമൊക്കെ ഉള്ളൊരു സ്പേസാണ് നമ്മുടെ കാറിൻ്റെ. അത്യാവശ്യം തൈ സപ്പോർട്ടുള്ളൊരു ബാക്ക് സീറ്റാണ് ടിയാഗോൻ്റെ. ഫ്രണ്ട് സീറ്റ് കുറച്ചും കൂടി ഇറക്കിയിട്ടാൽ പോലും നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ 3 പേർക്ക് അത്ര വിശാലമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. 2 പേർക്ക് ഇരിക്കാനാണ് കൂടുതൽ കംഫർട്ട് ഉണ്ടാവുക. 3 പേരുണ്ടാകുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് പുതിയ ടിയാഗോൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ കുറച്ചൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബോട്ടമാണ്. പിന്നെ ഫ്രണ്ടിലെ ആ ലിപ്പിൻ്റെ സെയിം ഒരു ഡിസൈനിലുള്ളൊരു ബാക്ക് പോർഷനും കൂടി ഉണ്ട്. സ്പോർട്ടി ലുക്ക് കുറച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് 742 ലിറ്റർ ബൂട്ട് സ്പേസാണ് ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു 4 പേരുടെ ലഗേജൊക്കെ സുഖമായിട്ട് വെച്ച് യാത്ര ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ അടിയിൽ നമ്മുടെ സ്പെയർ വീലുണ്ട്. 80 കിലോമീറ്റർ മാക്സിമം സ്പീഡാണ് ഇതിനുള്ളത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. അത്യാവശ്യം ടൂൾ കിറ്റ് അതിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ 2 സൈഡിലും 3 kgയുടെ ഹുക്കും കൂടി ഉണ്ട്. നമ്മുടെ ബൂട്ട് സ്പേസ് നമുക്ക് ഇനിയും വർദ്ധിപ്പിക്കാൻ പറ്റും. അതായത് സീറ്റ് മടക്കിയിട്ട് സീറ്റ് ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് പൊക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ 2 സൈഡിലായിട്ട് 2 ക്ലിപ്പുകളുണ്ട്. ഇത് ആദ്യം തന്നെ പൊക്കി വയ്ക്കണം. നമ്മുടെ റിയർ സീറ്റ് റിയർ സീറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പൊക്കി കഴിഞ്ഞാൽ റിയർ സീറ്റ് ഇങ്ങനെ മടക്കി വയ്ക്കാൻ സാധിക്കും. എന്നിട്ട് 2 ഹുക്കും പൊക്കി കഴിഞ്ഞാൽ റിയർ സീറ്റ് നമുക്കിങ്ങനെ മടക്കി ഇട്ടാൽ ഫുൾ ഇത്രയും സ്പേസ് നമുക്ക് ബാക്കിൽ കിട്ടും. അത്യാവശ്യം കുറച്ച് ലഗേജുകളൊക്കെ സുഖമായിട്ട് കയറ്റി വയ്ക്കാൻ സാധിക്കും. സീറ്റെല്ലാം പഴയ പോലെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്കിലെ ചെറിയ മാറ്റങ്ങളെക്കുറിച്ചിട്ട് പറയാം. ഇവിടെ പഴയ ടിയാഗോയ്ക്ക് വേരിയൻറ്റിൻ്റെ ടാഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ ടിയാഗോ ഒക്കെ വന്നപ്പോൾ ടിയാഗോയ്ക്ക് മാത്രമല്ല ടാറ്റയുടെ പുതിയ BS6 വണ്ടികൾക്കൊന്നും ടാഗ് കൊടുക്കുന്നില്ല. അത് ടാറ്റയുടെ പുതിയൊരു തീരുമാനമായിരിക്കാം. അതായത് ടിയാഗോ ഇസ് ടിയാഗോ, അത് ഏത് വേരിയൻ്റ് ആയാലും അതിനെ പ്രത്യേകിച്ച് പേരെഴുതി കാണിക്കേണ്ടതെന്നാണ് ടാറ്റയുടെ തീരുമാനം. ഓക്കെ, ടാറ്റ ടിയാഗോ എന്നുള്ളൊരു സെൻറ്റർ ബാഡ്ജിങ്ങും എംബ്ലവുമാണ് ബാക്കിൽ വരുന്നത്. ഇവിടെയാണ് നമ്മുടെ റിയർ വ്യൂ ക്യാമറ വരുന്നത്. നമ്മുടെ ഫുൾ വേരിയൻറ്റിനാണ് ക്യാമറ ഉള്ളത്. നമ്മുടെ ST വേരിയൻറ്റിന് ബാക്കിൽ 2 റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകളാണുള്ളത്. പിന്നെ ബാക്കിൽ മനോഹരമായ സ്പോയിലർ ഉണ്ട്. ഇത് 2 കോർണറിലേക്ക് ആക്കിയിട്ട് ഒരു വൃത്തിയുള്ളൊരു ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള വണ്ടികൾക്ക് ഇതിങ്ങനെ ഫുള്ളുണ്ട് സ്പോയിലർ. ഇവിടെ 2 കോർണറിൽ വളരെ മനോഹരമായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയിൽ ചെയ്തിട്ടുള്ള എക്സ്ട്രാ ഫിറ്റിങ്സുകളെ കുറിച്ച് പറയാം. ഒരു കോർണർ സ്ക്രാച്ച് ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇത് സത്യത്തിൽ റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ അറിയാതൊന്നും മുട്ടിയാൽ അത്യാവശ്യം സ്ക്രാച്ച് വരാതെ തടയുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ചെയ്തിട്ടുള്ളത് ഡോറിൽ സ്ക്രാച്ച് ഗാർഡ്. സത്യത്തിലൊരു ഭംഗിക്ക് വേണ്ടിയാണ്, ഇതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. പിന്നെയുള്ളത് റെയിൻ വൈസറാണ്. ഈ മഴ സീസണിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഈ റെയിൻ വൈസർ. നമുക്ക് വണ്ടി നിർത്തിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരുമ്പോൾ ഗ്ലാസ് താത്തിയിടാം, അകത്തേക്ക് വെള്ളം കയറാതെ. പിന്നെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്രോം ലെയറാണ്. സത്യത്തിൽ ഇത് ഫൈബറല്ല, ഇതൊരു മെറ്റൽ പോർഷനാണ്. പിന്നെ ഒരു സ്ക്രാച്ച് ഗാർഡ് ഡോർ സൈഡിൽ, പിന്നെ ഫ്രണ്ടിലും ആ കോർണർ സ്ക്രാച്ച് ഗാർഡ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാറൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ 4-way അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ് ടിയാഗോൻ്റെ. നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ബാക്ക് സപ്പോർട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഫുൾ വേരിയൻറ്റിന് 6-way ഹൈറ്റും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. 1.2 പെട്രോൾ എഞ്ചിനാണ്, 86 PS പവറാണ് ഔട്ട്പുട്ട്. ടാറ്റ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും തന്നെ കാറിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ABS, EBS, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോള്, 2 സൈഡിൽ എയർ ബാഗ്, സീറ്റ് ബെൽറ്റ് വാണിങ്, അതുപോലെ 80 കിലോമീറ്റർ കഴിഞ്ഞാൽ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞ് നമുക്കൊരു വാണിങ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നിന്ന് കേൾക്കാൻ കഴിയും. പഴയ ടിയാഗോയിൽ നിന്ന് അപേക്ഷിച്ച് പുതിയ ടിയാഗോയ്ക്ക് എൻജിൻ നോയ്സ് അകത്തേക്ക് അത്ര കേൾക്കുന്നില്ല, കുറച്ചും കൂടി സീൽഡാണ്. പിന്നെ വളരെ സ്മൂത്തായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് കൺട്രോളാണ് നമുക്ക്
ഒരു വിരലും കൊണ്ട് തന്നെ സത്യത്തിൽ വണ്ടി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഒരു സ്പോർട്ടി ലുക്കുള്ള എക്സ്റ്റീരിയറും ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഇൻറ്റീരിയറും ഉള്ളൊരു എൻട്രി ലെവൽ ഹാച്ച് പാക്കാണ് ടാറ്റ ടിയാഗോ. അപ്പോൾ നമുക്കൊരു 6 ലക്ഷം റേഞ്ചിൽ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു കാർ കൂടിയാണ്. അപ്പോൾ ഇനി പറയാനുള്ളത് സർവീസിൻ്റെ കാര്യമാണ്. ഫസ്റ്റ് സർവീസ് നമുക്ക് ഫ്രീ ആയിട്ടാണ് ചെയ്ത് കിട്ടിയത്. ആദ്യത്തെ 3 സർവീസും ഫ്രീ ആണ്. നമ്പർ പ്ലേറ്റ് അടക്കം നമുക്ക് ഷോറൂമിൽ നിന്നാണ് വെച്ച് തരുന്നത്. അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ മിസ്റ്റർ മലയാളി ടെക് ടോക്കിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോയുമായി വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.